the girls with their nails done now. Girls with their nails done. I like the girls with their nails done. ഹലോ ഗായ്സ്, ട്രാവൽ ഡെസ്റ്റിനേഷന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 മോഡൽ കൊറോളയാണ്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത വണ്ടിയാണ് ഇത്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസോട്ട് നമുക്ക് പോകാം. അപ്പോൾ അത് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം വണ്ടിയുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഹൈ ക്വാളിറ്റി ബീമാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിലായിട്ടൊരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിന് തന്നെ നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം ഒരു 3000 അടുത്ത് റേറ്റ് വരും. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ നല്ലൊരു ഗ്രില്ല് വന്നിരിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബോഡിയാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. പിന്നെ അടുത്തായി പറയാനുള്ള വണ്ടിയുടെ അലോയി ആണ്. വണ്ടിക്ക് 15 ഇഞ്ച് അലോയി ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 205/65 ആണ് ടയറിൻ്റെ സൈസ്. അത് ട്യൂബ്ലെസ് റേഡിയൽ ടയറാണ്. പിന്നെ അലോയൊക്കെ ഇത് ശരിക്കും ടൊയോറ്റയിൽ നിന്ന് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന അലോയി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട് അലോയും കാര്യങ്ങൾക്കൊക്കെ. അത് നമുക്ക് അറിയാൻ പറ്റും, നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോയി അല്ല ഇത്. ശരിക്കും കൊറോളയുടെ ടൊയോറ്റയിൽ നിന്ന് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പനി അലോയി ആണ്. അതുകൊണ്ട് തന്നെ ടൊയോറ്റയുടെ ലോഗോ കാണാം നമുക്ക് അലോയിൽ. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള അലോയി ആണ് ശരിക്കും. പിന്നെ അതുപോലെ തന്നെ ABSും വരുന്നുണ്ട് വണ്ടിക്ക്. 2006 ടൈമിലെ ABS വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അറിയില്ല, അത്രയും പ്രീമിയം വണ്ടികൾക്ക് മാത്രമേ അന്നത്തെ കാലത്ത് ABS വെക്കാറുള്ളൂ. അപ്പോൾ ഇതൊരു സെമി പ്രീമിയം വണ്ടിയാണെങ്കിലും ശരിക്കും ഒരു പ്രീമിയം വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ABS വെഹിക്കിളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ അടുത്ത വണ്ടിയുടെ ബോണറ്റ് തുറന്ന് ഞാൻ എൻജിൻ സൈഡ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് ബോണറ്റിൻ്റെ ഓപ്പണിങ് വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബോഡിയാണ് ഇതിന് വന്നിരിക്കുന്നത്. ശരിക്കും ഒറ്റയ്ക്ക് വെച്ച് ബോണറ്റ് പൊക്കിയിട്ട് തന്നെ മരയൊക്കെ പൊങ്ങുന്നില്ല, അത്രയും ക്വാളിറ്റിയാണ് ബോണറ്റിനൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ എൻജിൻ സൈഡ്. അപ്പോൾ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് 1.8 VVT-i എൻജിനാണ് വന്നിരിക്കുന്നത്. VVT-i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയൻറ്റ് വാൽവ് ടൈമിംഗ് വിത്ത് ഇൻ്റലിജൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ടൊയോട്ട തന്നെ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടികൾക്കാണ് ഈ ടൈപ്പ് എൻജിൻ വരുന്നത്, VVT-i എൻജിൻ വരുന്നത്. അപ്പോൾ അത്രയും പെർഫോമൻസ് ഉള്ള എൻജിനാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒരുപാട് പണിയൊക്കെ വരുന്ന ടൈപ്പ് എൻജിനല്ല ഇത്. വളരെ പെർഫോമൻസ് ആയിട്ടുള്ള 1.8 cc എൻജിനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു പെട്രോൾ എൻജിൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് പണിയൊന്നും വരില്ല. അപ്പോൾ വണ്ടിയുടെ എൻജിൻ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.8 cc ആണ്, 1800 cc ആണ്. പിന്നെ ഇതിൻ്റെ BHP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 125 BHP at 6000 RPM ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് വന്നിരിക്കുന്നത് 16.1 Nm at 4200 RPM ആണ് വന്നിരിക്കുന്നത്. 1800 cc 125 BHP വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് വണ്ടിക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ എൻജിൻ സൈഡ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത പറയാനുള്ള വണ്ടിയുടെ ഡോറും അതിൻ്റെ ബോഡി ക്വാളിറ്റിയൊക്കെയാണ്. നല്ല ഹെവി ബോഡി ക്വാളിറ്റിയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോറൊക്കെ പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഹെവി ക്വാളിറ്റിയുള്ള ഡോറാണ്. അപ്പോൾ ഈ ഡോർ ജസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല വെയിറ്റ് ഉണ്ട് ഡോറിന്. ശരിക്കും ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടി, അതായത് ബെൻസ് BMW പോലത്തെ പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികൾക്കാണ് ഇത്രയും ക്വാളിറ്റിയുള്ള ഡോറ് സാധനം വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കൊറോളയുടെ വണ്ടിക്ക് പോലും ഇത്രയും
ബോഡി ക്വാളിറ്റി കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഇത് അന്നത്തെ കാലമായതുകൊണ്ട് തന്നെ 2006 മോഡലായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബോഡിയാണ് അന്നത്തെ വണ്ടികൾക്കൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് കൊറോള. അപ്പോൾ ഇതിൻ്റെ ഡോർ ഓപ്പണിങ്ങിനൊക്കെ തന്നെ ഇവിടെ ഒരു സിൽവർ പ്ലേറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ വണ്ടിയുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഡിക്കിയുടെ ഓപ്പണിങ് വരുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 430 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ സെഡാൻ വണ്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ടാവും. അപ്പോൾ 430 ലിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലാണ്. നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് വണ്ടിക്ക്, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ സ്റ്റെപ്പിനെയും നമുക്ക് കാണാൻ പറ്റും. അലോയോട് കൂടി വരുന്ന സ്റ്റെപ്പിനെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ടൊയോറ്റൻ്റെ ലോഗോ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊറോള എന്ന ഈ ഒരു കുറച്ചുകൂടി വലിയൊരു ലോഗോ കാണാം. അതിൻ്റെ അടിയിൽ 1.8 എൻജിൻ എന്നുള്ളൊരു 1.8 എന്നുള്ളൊരു ലോഗോയും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് എക്സ്റ്റീരിയറിൽ വരുന്ന ഫീച്ചേഴ്സ്. ഇനി അടുത്ത വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വണ്ടിയുടെ ഡോറ് എടുക്കുകയാണെങ്കിൽ ഡോറിൽ തന്നെ വണ്ടിയുടെ സൈഡിൽ വുഡൻ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ പവർ വിൻഡോൻ്റെ സ്വിച്ചുകളൊക്കെ കാണാം. ഇത് പവർ വിൻഡോൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് ഓപ്പണിങ്ങിൻ്റെ സ്വിച്ചാണ്. ഇത് പവർ വിൻഡോ ഫ്രണ്ട് റൈറ്റ്, ഇത് റിയർ ലെഫ്റ്റ് റിയർ റൈറ്റ്. പിന്നെ ഇവിടെ പവർ വിൻഡോൻ്റെ ലോക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഡോർ ഓപ്പണിങ്ങിൽ തന്നെ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടിയുടെ ഡോറ് ലോക്ക് ചെയ്യുന്ന ഒരു ബട്ടറാണ്. പിന്നെ അടുത്ത വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് വരാൻ നേരത്ത് നല്ല സ്പേസുള്ള ഒരു ഇൻറ്റീരിയറാണ് ശരിക്കും നമുക്ക് കാണുന്നത്. ഇതുണ്ട്, നല്ല സ്പേസാണ് വണ്ടിയുടെ. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റ് കുറച്ച് ഇറക്കിയിട്ടിരിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ കയറ്റിയിടാൻ പറ്റും. പിന്നെ ഇവിടെ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും വണ്ടിക്ക് ആവശ്യത്തിലധികം ലെഗ് സ്പേസ് ഉണ്ട്. ശരിക്കും ഇത്രയും ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വുഡൻ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ വുഡൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ തന്നെ നമുക്കിങ്ങനെ ഒരു അറകൾ പോലെയൊക്കെ ഉണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായിട്ട് സേവ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലും ഓപ്പണിംഗ് ഉണ്ട്. ഈ ടൊയോറ്റ കൊറോള എന്ന് പറയുന്നത് ശരിക്കും ഒരു സെമി പ്രീമിയം വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിയിൽ ഒരു പ്രീമിയം വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, വുഡൻ ഫിനിഷൊക്കെ തന്നെ കണ്ടാൽ നമുക്കറിയാം. പിന്നെ ഒരു LED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. LED ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതിലൂടെ ഞാൻ പിന്നെ വരാം. അതിന് മുമ്പ് ജസ്റ്റ് ബാക്കി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ ഇതിൻ്റെ വുഡൻ ഫിനിഷ് ഇവിടെ തുടങ്ങിയിട്ട് വുഡൻ ഫിനിഷാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ലെവറിൽ വരെയും വുഡൻ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്ക്, പിന്നെ ഇവിടെ സെൻറ്ററിൽ തന്നെ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് കാണാം. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാനായിട്ട് ഇവിടെ നമുക്കൊരു ആംറെസ്റ്റ് ഉണ്ട്. ഇത് നമുക്കിവിടെ ഇങ്ങനെ തുറക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അതിൻ്റെ അടിയിൽ വേറെ സ്പേസ് ഉണ്ട്. ഇത് പിന്നെ ഒന്നും കൂടി നമുക്ക് തുറക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഐറ്റംസൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സീറ്റിൽ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. റിയർ സൈഡിലും ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്.
പിന്നെ നല്ലൊരു ഹൈ ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയറൊക്കെയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്ത സീറ്റല്ല, ഡയറക്റ്റ് ടൊയോറ്റയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് റെക്സിനാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ നല്ല സ്പേസ് ഉണ്ട് ശരിക്കും ഇതിൻ്റെ ഇൻറ്റീരിയറിൽ. നമുക്കൊരു ബാക്കിലേക്ക് ഒരു 3 പേർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് പോകാനായിട്ട് പറ്റും. ഇതൊരു കപ്പ് ഹോൾഡറാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും. ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് പോകാനായിട്ട് പറ്റും. പിന്നെ ബാക്ക് ഡോറിലും ഓപ്പണിങ്ങിൻ്റെ അവിടെ വുഡൻ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ 2 ഡോറിലും അങ്ങനെ തന്നെ വുഡൻ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത വണ്ടിയുടെ സ്പീഡോമീറ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. സ്പീഡോമീറ്റർ വന്നിരിക്കുന്നത് ഓഡോമീറ്റർ മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ ഇതുപോലത്തെ ടാക്കോമീറ്ററാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇൻഡിക്കേഷൻ കാണാം. അതിൻ്റെ ഇടയിൽ സീറ്റ് ബെൽറ്റിൻ്റെ ഇൻഡിക്കേഷൻ കാണാം. ഇനി ഇവിടെയാണ് ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത്. ഈ അടുത്ത താഴേക്ക് വരുന്നത് ഇവിടെയാണ് മിററിൻ്റെ അഡ്ജസ്റ്റബിൾ ബട്ടൺ വരുന്നത്. ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ മിററാണ് വന്നിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലെ ഈ എല്ല് കാണുന്നത് ലെഫ്റ്റ് സൈഡിലെ മിറർ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. 6 കാണുന്നത് റൈറ്റ് സൈഡിലെ മിറർ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഈ ബട്ടൺ കാണുന്നത് ഇത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓട്ടോമാറ്റിക് അഡ്ജസ്റ്ററാണ്. ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ബട്ടണാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ഈ മിറർ ഓപ്പൺ ആയിരിക്കുന്ന ആ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളൊരു പൊക്കിയും താത്തിയും മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ബട്ടണാണ്. ഇത് ഇങ്ങനെ തിരിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ തിരിച്ച് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത എ സീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ് ഇതിൻ്റെ എ സിയൊക്കെ. അപ്പോൾ ഇവിടെ ഒരു എ സി വന്നിട്ടുണ്ട്, ഇവിടെ ഒരു എ സീൻ്റെ ഫാൻ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് എ സീൻ്റെ ഫാൻ, ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടേക്കാണ് എ സീൻ്റെ ഫാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മേളിലും എ സീൻ്റെ ഫാൻ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് വണ്ടിയുടെ ടച്ച് സ്ക്രീനിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു ടച്ച് സ്ക്രീനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മ്യൂസിക്കിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് അറിയണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസായിട്ട് പെയർ ചെയ്താലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഫോണായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മ്യൂസിക്കിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇവിടെ ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വൈഫൈൻ്റെ ലോഗോ കാണാം, ഇവിടെ സെറ്റിങ്സിൻ്റെ ലോഗോ കാണാം, ഇവിടെ ഒരു സ്ക്രീനിൻ്റെ ലോഗോ കാണാം. ഈ സ്ക്രീൻ നോക്കി കഴിഞ്ഞാൽ ഇത് സ്ക്രീൻ ഓഫ് ആവും, ഒന്നും കൂടി സ്ക്രീൻ ടച്ച് ചെയ്യുന്ന സ്ക്രീൻ ഓൺ ആവും. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ അപ്പോൾ തന്നെ വരുന്നത് മ്യൂസിക്കിൻ്റെ ഫീച്ചേഴ്സാണ് വരുന്നത്. ഇവിടെ വോളിയം കാണാം. അത് കഴിഞ്ഞ് സൈഡിൽ ഇതിൻ്റെ ഇക്വലൈസർ സെറ്റിങ്സ് കാണാം. ഇവിടെ സ്റ്റാൻഡേർഡ്, ക്ലാസിക് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ലൗഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇവിടെ ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാം, ട്രിപ്പിള്, മിഡിൽ, ബാസ് ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനെല്ലാം ന്യൂട്രലൈസ് ആയിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോ സ്പീക്കറിലോട്ട് നമുക്കിങ്ങനെ സൈഡിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെഡ് സ്വിച്ച് കാണുന്നുണ്ടോ, ഈ ഒരു റെഡ് ബട്ടൺ നമ്മളിങ്ങനെ ഓരോ സ്പീക്കറിൻ്റെ ഒരു ഇതിലോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് ഡോറിലുള്ള സ്പീക്കറാണ്. ഇത് ഫ്രണ്ട് റൈറ്റിലുള്ള സ്പീക്കറാണ്. ഇത് റിയർ ലെഫ്റ്റിലുള്ള സ്പീക്കറാണ്. ഇത് റിയർ റൈറ്റിലുള്ള സ്പീക്കറാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു റെഡ് ബട്ടൺ നമ്മൾ ഇതിൻ്റെ ഓരോ സ്പീക്കറിൽ മാത്രം വെച്ചാൽ ആ സ്പീക്കർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വണ്ടിയുടെ താഴേക്ക് വെക്കാം, അങ്ങനെ ഏത് സ്പീക്കറിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ 4 സ്പീക്കറും ഒരുമിച്ച് വർക്ക് ചെയ്യും. ഞാൻ ഇപ്പോൾ സെൻറ്ററിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ സ്പീക്കർ മാത്രമായിട്ട് സറൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. പിന്നെ കോൾ ചെയ്യാം, ഫോൺ ബുക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വേറെയും വരുന്നുണ്ട് ഈ വണ്ടിയിൽ. പിന്നെ വണ്ടിയുടെ ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും വാനിറ്റി മിററൊക്കെ വരുന്നുണ്ട്. ഇത് നൈറ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റിയ ഒരു വാനിറ്റി മിററാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഇവിടെയാണ് ഇതിൻ്റെ
ലൈറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റ് ഓണാക്കാനും ഓഫാക്കാനും വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത് നമുക്ക് പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ടൈപ്പ് ഒരു ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റിയ ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. പ്രസ് ചെയ്താൽ ഇത് നെങ്ങും, അങ്ങനത്തെ ടൈപ്പ് ഒരു പ്രസ് ചെയ്താൽ നെങ്ങുന്ന ടൈപ്പ് ഒരു ഡാഷ്ബോർഡാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിരിക്കുന്ന ഒരു സെഡാൻ കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അത് ടൊയോട്ട കൊറോള ആണെന്ന്. അത്രക്കധികം സെയിൽ നടന്നിട്ടുണ്ട് വണ്ടി, അത്രക്കധികം വിറ്റഴിഞ്ഞൊരു വണ്ടിയാണിത്. ഇത് ഒരു സെമി പ്രീമിയം വണ്ടിയാണെങ്കിലും ഒരു പ്രീമിയം വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ മൈലേജ് വരുന്നത് 8, 9, 10 ഇങ്ങനെയാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. ഇത് കൊറോള H6 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഈ വണ്ടിക്ക് 8, 9 അത്രയ്ക്കാണ് ഈ വണ്ടിയുടെ മൈലേജ് കിട്ടുന്നത്. പിന്നെ മൈലേജ് ശരിക്കും 8, 9, 10, 11, 12 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് H6 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നത് 8, 9 കൂടിപ്പോയാൽ 10 അത്ര ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുള്ളൂ. പിന്നെ ചില വേരിയൻറ്റിനൊക്കെ ഈ വണ്ടിയുടെ തന്നെ ഏറ്റവും ലോ വേരിയൻ്റാണ് HE എന്ന് പറയുന്ന മോഡൽ, HE എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ആ മോഡലിന് ഒക്കെ ഒരു 13 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. അതും സ്ട്രെയിറ്റ് ഡ്രൈവിലാണ് 13 വരെ മൈലേജ് പറയുന്നത്. സിറ്റി ഡ്രൈവിൽ മൈലേജ് അതിനും പറയുന്നത് 10 ഒക്കെയാണ്. അപ്പോൾ അത്രയും മൈലേജ് കിട്ടുള്ളൂ വണ്ടിക്ക്. പക്ഷേ വണ്ടി ഭയങ്കര പവറാണ്. 1.8 cc ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 125 bhp ആണ്. അറ്റ് 6000 rpmലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പവറാണ് വണ്ടി. ജസ്റ്റ് 9.89 seconds മതി 0 to 100 സ്പീഡ് എത്താൻ വേണ്ടി. അത്രയും പവറാണ് വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടിയുടെ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. അപ്പോൾ ട്രാവൽ ഡേഷൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. I think the girls with their nails done now. Girls with their